ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു വിഭവമാണ് നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി. നമ്മുടെ കപ്പയുടെയൊക്കെ കൂടെ തിന്നാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ വീട്ടുമുറ്റത്ത് ഉള്ള നമ്മുടെ കാന്താരി തന്നെ നമുക്ക് പറിച്ചെടുക്കാം. അവരവരുടെ എരിവിന് ആവശ്യമനുസരിച്ച് നമുക്ക് കാന്താരി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ചുവന്നുള്ളിയാണ്. ഒരു 10-12 ചുവന്നുള്ളി ഞാനിവിടെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഏകദേശം 1 കപ്പോളം തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ ഉണക്കമീനാണ്. ഞാനിവിടെ കുറിച്ചിയാണ് എടുത്തേക്കുന്നത്. ഒരു 8-10 കുറിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി വറുത്ത് വെച്ചേക്കുന്നതാണ് ഈ കുറിച്ചി. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ കല്ലിൽ നമ്മുടെ കാന്താരി വെച്ച് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കുക. കാന്താരി നല്ലപോലെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി വെച്ച് നന്നായി ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നന്നായി പൊട്ടിച്ചാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ പോലെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വെക്കാം നമ്മുടെ തേങ്ങ, ചെറിയ തേങ്ങ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. കല്ലിലിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചതച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ ഉണക്കമീൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഉണക്കമീൻ ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ചതച്ച് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മുടെ കപ്പപ്പുഴുക്കിൻ്റെ ഒക്കെ കൂടെ തിന്നാൻ നല്ല അടിപൊളി സാധനമാണല്ലേ. നമുക്ക് ഈ ചതച്ച മീനും നമ്മുടെ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻറ്റും എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഉണക്കമീന് നല്ല ഉപ്പുണ്ട്. നോക്കൂ, കപ്പ പുഴുങ്ങിയ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പയും ഉണക്കമീൻ ചമ്മന്തിയും കൂടെ കഴിക്കാനല്ലേ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.